ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അയ്യോ, ഇതെങ്ങനെ? അയ്യോ അയ്യോ ചാരു, ഇതെങ്ങനെയാ? പെയിന്റ് മുഴുന്ന് വീണതാ. എന്ത് നല്ല സാരിയായിരുന്നു. ഈ സാരി മോളെടുത്തിട്ട് പ്രത്യേക ഭംഗിയായിരുന്നു. പെയിന്റ് മോളിൽ നിന്ന് എങ്ങനെ വീഴാനാ? ഞാനും ശ്രേയമ്മയുടെ മോളിൽ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ ശരിയാ, ഞങ്ങൾ മുകളിലുണ്ടായിരുന്നല്ലോ. പിന്നെങ്ങനെ ഇത് സംഭവിച്ചു? കാറ്റടിച്ചപ്പോ വീണതായിരിക്കും. അതെ മാഡം, കാറ്റ് തന്നെയാ. അല്ലാതെ ഇത്ര കൃത്യമായിട്ട് ചാരുവിന്റെ ദേഹത്ത് വീടില്ലല്ലോ. ചില കാറ്റ് മനുഷ്യനെ പോലെയാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സാരി നല്ലതാണെന്ന് അമ്മമ്മ പറഞ്ഞപ്പോ കണ്ണ് തട്ടിയതായിരിക്കും. അങ്ങനൊന്നും വരില്ല. ചാരു വിഷമിക്കണ്ട, എന്റെ പുതിയ സാരി ഇരിപ്പുണ്ട്, ഞാനതെടുത്തു തരാം. ഒന്നും വേണ്ട ചേച്ചി, സാരില്ല. പെയിന്റ് വീണ സാരി എടുത്ത് എങ്ങനെ പോവാനാ ചാരു? ചാരുവാ ചെല്ലു ഭഗവതി. ചാരു, ഞാൻ സാരി എടുത്തോണ്ട് വരാം. ചാരു, ഇത് മാറിക്കോ, അതാ റൂം. താങ്ക്സ് ചേച്ചി. മോളെ, ഒറ്റയ്ക്കാണ് സാരി മാറാൻ പോന്നെ? അവനോട് വരാൻ പറ. മോനെ, ഇങ്ങു വാ. എന്താ അമ്മാമേ? മോനെന്താ ചാരുന്റെ കൂടെ പോകാത്തത്? ഞാനെന്തിനാ കൂടെ പോകുന്നേ? ചാരു സാരി മാറാൻ പോവല്ലേ? അതല്ലേ പറഞ്ഞ മോനെ, മോള് സാരി മാറാൻ പോവാ. മോനും കൂടെ പോകാത്ത എന്താ? അല്ല, ഞാൻ കൂടെ പോണോ? പിന്നെ പോവാതെ? മോക്ക് സാരി എടുക്കാൻ അറിയില്ലെന്ന് മോൻ തന്നെയല്ലേ പറഞ്ഞേ? അല്ല അമ്മാമേ. ചെല്ലു മോനെ, എന്താ നാണിച്ചു നിൽക്കുന്നേ? അമ്മമ്മ, സാരി ഞാൻ തന്നെ എടുത്തോളാം. മോൾ എങ്ങനെ ഉടുക്കാനാ? മോക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ. ഈ മോൻ എത്ര ഭംഗിയില്ല മോളെ സാരി ഉടുപ്പിച്ചോണ്ട് വന്നത്. അതുപോലെ ഈ സാരി നല്ല ഭംഗിയായിട്ട് ഉടുക്കണം.
ചാരു ഒറ്റയ്ക്ക് കൊടുക്കട്ടെ. എനിക്ക് പുറത്ത് എന്തോ ജോലിയുണ്ട്. എന്തോ ജോലിയാ? അല്ല അത് ചെല്ലണ മോനെ. അല്ല അതേ മാമേ. മോള് പോയി. ഞാൻ ചെല്ലണ മോനെ. എന്റെ ആകാശം നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ചെല്ല്. സാറേ മെമ്മോ മെമ്മോ. അയ്യോ, ഞാൻ ഓർത്തില്ല കബീഷ്, അറിയാതെ വായിന്ന് വന്നു പോയതാ. മോനെ, മോൻ കൂടെ ചെല്ലാത്തത് കൊണ്ട് ചാരു പിണങ്ങി അകത്തേക്ക് പോയിരിക്കുന്നെ. അമ്മമ്മ ആകാശിന്റെ നാണം കണ്ടില്ലേ? നിർബന്ധിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചാരുവിനെ. മാഡം, മാഡം ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറാ. ആ മാഡം എന്റെ ഭാര്യയ്ക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ അത് കുറച്ചില്ലല്ലേ? ഞാൻ അതിന് സമ്മതിക്കൂല. എന്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ സാരി ഉടുപ്പിച്ച് കൊടുത്തോളാം. വലിയ പൊസിഷനിലിരിക്കുന്ന മാഡം ചാരുവിന് സാരി ഉടുപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമില്ലേ? താങ്ക്സ്. അല്ലേ അമ്മാമേ? അപ്പോ ഞാൻ പോയി സാരി ഉടുപ്പിച്ചിട്ട് വരാം. വേഗം ചെല്ലു മോനെ. ചാരു, ഞാൻ സാരി ഉടുപ്പിക്കാൻ വരുന്നുണ്ടേ. ഇപ്പൊ റെഡിയാക്കിക്കൊണ്ട് വരാം. പോയിട്ട് ഇപ്പൊ വരാം. കാക്കോത്തി, കാക്കോത്തി, വാതില് തുറക്ക് കാക്കോത്തി. ഞാൻ സാരി ഉടുപ്പിച്ച് തരാം. തുറക്ക് കാക്കോത്തി. ഞാനാ അക്കു, അക്കുച്ചേട്ടൻ. അയ്യോ, എന്റെ പ്ലാനിങ് എല്ലാം എനിക്ക് തന്നെ എതിരാവുകയാണല്ലോ. ശ്ശേ. അക്കുച്ചേട്ടൻ എന്തിനാ അകത്തോട്ട് വന്ന? പുറത്തു പോ. കാക്കുത്തി, എനിക്കിപ്പോ പുറത്തു പോകാൻ പറ്റില്ല. പോയാ ആ അമ്മ എന്നെ ശരിയാ. എല്ലാം അക്കുച്ചേട്ടൻ കാരണല്ലേ? അവളുടെ മുന്നിൽ വെച്ച് എന്തിനാ നുണ പറയാൻ പോയത്? അത് അപ്പൊ അങ്ങനെ പറയാൻ തോന്നി. ഞാൻ ചുമ്മാ തട്ടി വിട്ടതല്ലേ. അതിൽ കയറി ആ അമ്മ പിടിച്ചു കയറും ഞാൻ വിചാരിച്ചു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കിടന്ന് ഉരുണ്ടാ മതിയല്ലോ അക്കുച്ചേട്ടൻ. ഇപ്പൊ ഞാൻ സാരി മാറണോ വേണ്ടയോ? മാറണം. മാറിയല്ലേ പറ്റൂ. അക്കുച്ചേട്ടൻ ഇങ്ങനെ ഞാൻ എങ്ങനെ സാരി മാറാനാ? അത് ശരി. എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ നിന്നാ മതിയോ?